മിനിറ്റ് ലുക്ക് അവിടെ ഇരിക്കുക പ്ലീസ് അവിടെ ഇരിക്കുക പ്ലീസ് അവിടെ ഇരിക്കുക. സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അതിലൊന്നും തർക്കമില്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്, അല്ലാതെ മോശം പേരൊന്നും അല്ല വിളിച്ചത്. അതില് ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ചെയർ പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ്, ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം. പകരം പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്. ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത, ഈ ഫ്ലോർ തന്നെ ചർച്ച ചെയ്യാണ് വീണ്ടും റൈസ് ചെയ്യുന്നത്. ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷൻ ആയി പോകുന്നില്ല. അതുകൊണ്ട് അങ്ങേ പോലെ മുതിർന്ന ഒരാളോട് ഇതിന്റെ റെലവന്റ് ആയ ടോപ്പിക്കിലേക്ക് വരണം. നോ. ഇവിടെ വിഷയം എന്താണ്? ഇവിടെ വിഷയം അടിയന്തര പ്രമേയം എന്താണ്? ഈ കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണ്. അല്ലാതെ അതിന് പകരം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ സഭ നിങ്ങൾ ഫ്ലോർ പരിശോധിക്കണം. രേഖകൾക്കകത്തുള്ള കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല. യെസ്, യു ക്യാൻ കണ്ടിന്യൂ. സാർ, ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട. എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത്. ഇതിനകത്ത് സൂചിപ്പിച്ചല്ലോ. ഞാൻ തുടങ്ങുമ്പോൾ തന്നെ വളരെ ബഹുമാനപ്പെട്ട അങ്ങ് ഇരിക്കണം. ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ്. ഈ വിഷയത്തെ അതേ ഗൗരവത്തിൽ ഗവൺമെന്റ് കണ്ടതുകൊണ്ടാണ് ഓപ്പൺ ഡിബേറ്റിന് തയ്യാറായത്. പകരം എത്രയോ തവണ സഭ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല. ഇത് പരിഹരിക്കപ്പെടണം. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അങ്ങ് എഴുതിത്താണ് അടിയന്തര പ്രമേയത്തിൽ തന്നെ പറഞ്ഞ കാര്യം സഭ ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായി. അത് ചർച്ച ചെയ്യേണ്ട, ഇത് ബ്ലെയിമിംഗ് അല്ല, ഇതൊരു ബ്ലെയിം ചെയ്യേണ്ട സമയമല്ല ഇത്. പകരം ആരോഗ്യകരമായ രീതിയിലേക്ക് ചർച്ച പോകണം. അത് വഴിതിരിച്ചുവിടുന്ന രീതി അങ്ങേപ്പോലെ ഒരു മുതിർന്ന അംഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന രീതി ശരിയല്ല. യെസ്, അങ്ങ് കണ്ടിന്യൂ ചെയ്തു. 9 വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമലംഘനങ്ങളും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ പറയും. ഞങ്ങൾ പറയും ഇവിടെ. സാർ, ഇവിടെ സഭ അംഗീകരിച്ചിരിക്കുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ നോട്ടീസിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്ക് ആക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ല ഈ നാട് ആഗ്രഹിക്കുന്നത്.